മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന കഥാപാത്രം ആരായിരിക്കും? എന്റെ മനസ്സിൽ ആദ്യവും അവസാനവും വരുന്ന കഥാപാത്രം ശകുനി തന്നെയാണ്. ശകുനി ഒരുപാട് നിഗൂഢതകളുള്ള കഥാപാത്രമാണ്. ശകുനി എന്തിനു വേണ്ടിയാണ് ഈ കുരുക്ഷേത്ര യുദ്ധം വരെ എത്തുന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് വ്യക്തമായി മഹാഭാരതത്തിൽ സൂചനകളില്ല. എന്നാൽ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നാടോടി കഥകളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പറഞ്ഞ പഴകിയ കഥകളിലുമൊക്കെ ശകുനിയുടെ പ്രതികാരത്തിന്റെ കാരണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ശകുനി ഹസ്തിനപുരത്ത് വരികയും കൗരവർക്കൊപ്പം ജീവിക്കുകയും അവർക്ക് വേണ്ടി അവരോടൊപ്പം നടക്കുകയും അവർക്ക് വേണ്ടി ചൂത് കളിക്കുകയും പാണ്ഡവരെ ചൂതുകളിയിൽ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനത്തെ ഉറപ്പ് നേടിക്കൊടുത്ത ആള് ശകുനിയൊന്നുമല്ല. യുദ്ധം നടത്തണമെന്ന് 100% നടക്കണമെന്ന് ഒരു തീരുമാനം എടുത്ത ആളും ശകുനിയല്ല. പക്ഷെ യുദ്ധം നടക്കുന്നു എന്നുള്ളതും ശകുനി യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതും ശകുനി ആ യുദ്ധത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ്. ശകുനിയുടെ കഥാപാത്രം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് പല തരത്തിലുള്ള വർണ്ണനകൾ കേൾക്കാറുണ്ട്. ശകുനിയുടെ കഥാപാത്രത്തെ 100% ദുഷ്ട കഥാപാത്രമാക്കി മാറ്റി ശകുനിയുടെ രൂപം പോലും വൈകൃതമുള്ളതാക്കിയൊക്കെ മാറ്റിയാണ് ധാരാളം കഥകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മഹാഭാരതം TV സീരിയലായി വന്നപ്പോഴും ശകുനിയുടെ കഥാപാത്രത്തിനെ വൈരൂപ്യമുള്ള ഒരു കഥാപാത്രമാക്കിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശകുനിക്ക് മഹാഭാരതത്തിൽ ഈ കുരുവംശ രാജകുമാരന്മാരിൽ കൗരവരിൽ ആരോടെങ്കിലും പ്രത്യേക സ്നേഹമോ ഇഷ്ടമോ ഏറ്റവും കൂടുതൽ സൗഹൃദമോ ഉള്ളതായിട്ട് ഒരിടത്തും കാണുന്നില്ല. ഏതെങ്കിലും കഥാപാത്രത്തിനോട് ശകുനി പ്രത്യേക ഇഷ്ടം കാണിക്കുകയോ താല്പര്യം കാണിക്കുകയോ അവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ടും കാണിക്കുന്നില്ല. എന്നാൽ ശകുനിയുടെ പ്രതികാരം തീർക്കാൻ ശകുനി വന്നു, ആ പ്രതികാരമാണ് ശകുനി തീർത്തത് എന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ശകുനി നടത്തിയിട്ടുമുണ്ട്. മഹാഭാരതത്തിൽ എത്ര പ്രാവശ്യം വായിച്ചു നോക്കിയാലും ഒട്ടുമേ മനസ്സിലാകാതെ ചിലപ്പോഴെങ്കിലും തന്നെ ഒട്ടുമേ പിടിതരാതെ അകന്നു നിൽക്കുന്ന കഥാപാത്രം ശകുനി തന്നെയാണ്.